പാകിസ്ഥാന്റെ ഒത്താശയോടെ അമേരിക്ക ഒരു പുത്തൻ സൈനിക താവളം ഒരുക്കുന്നു. പുതിയ സൈനിക താവളം ഒരുങ്ങുന്നത് പാകിസ്ഥാന്റെ മണ്ണിൽ തന്നെയാണ്. പാകിസ്ഥാനിൽ സൈനിക താവളം സ്ഥാപിക്കാൻ അമേരിക്ക ഒരുങ്ങുന്നുവെന്ന ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മറ്റാരുമല്ല, ഇറാൻ തന്നെയാണ്. ഇറാന്റെ തുറമുഖ നഗരമായ ചബഹാറിനും പാകിസ്ഥാനിൽ ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ഗ്വാദർ തുറമുഖത്തിനും മധ്യയാണ് സൈനിക താവളം സ്ഥാപിക്കുന്നത് എന്നാണ് ഇറാൻ പറയുന്നത്. അമേരിക്കയുടെ ഈ ശ്രമത്തിന് പാകിസ്ഥാൻ ഒത്താശ ചെയ്യുന്നതായും ഇറാൻ പരമോന്നത നേതാവ് ഖമേനിയുടെ ഉപദേഷ്ടാവ് അലി അക്ബർ വെലേത്തി ആരോപിക്കുന്നു. അമേരിക്കയുടെ ഈ നീക്കം തിരിച്ചടിയാകുന്നത് തീർച്ചയായും ചൈനയ്ക്കാണ്. ചൈനയെ ലക്ഷ്യം വെച്ച് തന്നെയാണ് അമേരിക്ക ഈ നീക്കം നടത്തുന്നത്. മേഖലയിൽ വ്യാപാര, വാണിജ്യ, ഊർജ മേഖലകളിൽ ചൈനയ്ക്കുള്ള ആധിപത്യത്തിന് തടയിടുകയാണ് സൈനിക താവളം ഒരുക്കുന്നതിലൂടെ അമേരിക്ക ഉന്നമിടുന്നതെന്നും അലി അക്ബർ വെലേത്തി ആരോപിക്കുന്നുണ്ട്. ഇതിൽ സുപ്രധാനമായ മറ്റൊരു കാര്യം, ഈ സൈനിക താവളത്തിന്റെ പിൻബലത്തിനായി ഇന്ത്യക്ക് മേലും അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ട് അമേരിക്കയുടെ സൈനിക താവളം പാകിസ്ഥാനിൽ വരുന്നതിൽ അലി അക്ബർ വെലേത്തി ആകുലത പ്രകടിപ്പിക്കുന്നു എന്നതാണ് അടുത്ത ചോദ്യം. പാകിസ്ഥാന്റെ ഒത്താശയോടെ പാക് മണ്ണിൽ ഒരു US സൈനിക താവളം വന്നാൽ അത് ഇറാനും തിരിച്ചടി തന്നെയാണ്. ഇത് ചബഹാർ തുറമുഖത്തെ വലിയ രീതിയിൽ ബാധിക്കുമെന്നത് തീർച്ച. ദക്ഷിണ ഇറാനിലെ സിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണ് ചബഹാർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ ഇന്ത്യയുടെ പങ്ക് എന്തായിരിക്കും? ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള തുറമുഖമാണ് ചബഹാർ. ഇന്ത്യ വൻതോതിൽ നിക്ഷേപവും സാങ്കേതിക പിന്തുണയും നൽകി നിർമ്മിച്ച ചബഹാർ തുറമുഖത്തിന് ട്രംപ് ഭരണകൂടം അടുത്തിടെ ഉപരോധവും ഏർപ്പെടുത്തിയിരുന്നു. എങ്കിലും ഇന്ത്യയുടെ സമ്മർദ്ദത്തെ തുടർന്ന് 2026 ആദ്യവാരം ഇളവ് അനുവദിച്ചിട്ടുണ്ട്. പാകിസ്ഥാനെ ആശ്രയിക്കാതെ അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, കസാഖിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, റഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിലേക്ക് നേരിട്ട് കടക്കാൻ ഇന്ത്യക്കുള്ള കവാടമാണ് ഈ ചബഹാർ തുറമുഖം. അമേരിക്കൻ സൈനിക സാന്നിധ്യവും മേഖലയിലെ ചൈനയുടെ സ്വാധീനവും ചബഹാർ തുറമുഖത്തിന് മേൽ അമേരിക്ക കൊണ്ടുവരുന്ന സമ്മർദ്ദവും ഇന്ത്യയുടെ വ്യാപാരമോഹങ്ങൾക്ക് വിലങ്ങുതടിയാകും. ഇതുതന്നെയാണ് ഇന്ത്യയുടെ ആശങ്ക. അതേസമയം ചൈനയ്ക്കെതിരെ പാകിസ്ഥാൻ അമേരിക്കയുടെ കൂട്ടുപിടിച്ച് നടത്തുന്ന പല നീക്കങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ചബഹാറിനും ഗ്വാദറിനും മധ്യേ പാക് ബലൂചിസ്ഥാനിലെ പാസ്നി എന്ന സ്ഥലത്ത് അമേരിക്കയ്ക്ക് സ്വന്തമായി തുറമുഖം അനുവദിക്കാം എന്ന പ്രപ്പോസൽ പാകിസ്ഥാന്റെ സൈനിക മേധാവി അസിം മുനീർ അടുത്തിടെ ട്രംപിന് മുന്നേ വച്ചിട്ടുണ്ട്. പാകിസ്ഥാനിൽ അപൂർവ ധാതു സമ്പത്ത് ഉണ്ടെന്ന് കരുതുന്ന മേഖലയാണ് ഈ പറയുന്ന പാസ്നി. അമേരിക്കയുമായി അപൂർവ ധാതുക്കളുടെ ഇടപാട് സുഗമമാക്കുന്നതിന്റെ ഭാഗമാണ് സംയുക്ത സംരംഭമായി തുറമുഖം സ്ഥാപിക്കാമെന്ന മുനീറിന്റെ പ്രപ്പോസൽ. ഇതിനോട് അമേരിക്ക പ്രതികരിച്ചിരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ ഇതിനിടെയാണ് അമേരിക്ക ഈ ഭാഗത്ത് സൈനിക താവളം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതായി ഇപ്പോൾ ഇറാൻ ആരോപിക്കുന്നത്. അമേരിക്ക ഇത്തരത്തിൽ നീക്കം നടത്തുന്നത് ഇന്ത്യയെ ബാധിച്ചേക്കുമെന്ന വിലയിരുത്തലുകൾ വ്യാപകമായി പുറത്തുവരുന്നുണ്ട്. ഇറാന്റെ ആരോപണങ്ങളിൽ അമേരിക്കയോ പാകിസ്ഥാനോ ഔദ്യോഗികമായ പ്രതികരണങ്ങൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. ഇറാനെ അമേരിക്ക ഭയക്കാനുള്ള കാരണം നമുക്കറിയാം. അത് ആണവായുധ ശക്തി എന്ന നിലയിലാണ്. ഇറാൻ ആണവായുധങ്ങളും അത് വിക്ഷേപിക്കാനുള്ള മിസൈലുകളും വികസിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അത് അംഗീകരിക്കാനാവാത്ത ഭീഷണിയാണെന്ന് അമേരിക്ക പലതവണ വ്യക്തമാക്കിയിട്ടുമുണ്ട്. എന്നാൽ ആണവായുധ സാധ്യത എന്ന പരാമർശത്തെ ഇറാൻ തള്ളിക്കളയുകയാണ് ഇത്രയും നാൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കരയിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന മിസൈലുകളുടെ നിർമ്മാണത്തിൽ ഇറാനും ചൈനയും തമ്മിലുള്ള സൈനിക സഹകരണം വർദ്ധിച്ചതായും ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നു. ഇറാന്റെ ദീർഘകാല നയതന്ത്ര സാമ്പത്തിക സഖ്യകക്ഷി കൂടിയാണ് ചൈന. അമേരിക്കയുടെ ഏകപക്ഷീയമായ ഉപരോധത്തെ തുടക്കം മുതൽ ചൈന ശക്തമായി അപലപിച്ചു വരികയും ചെയ്യുന്നുണ്ട്. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ ഭൂരിഭാഗവും ചൈനയിലേക്കാണ് എത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ചൈനയുടെ തീരപ്രദേശങ്ങളിലെ സ്വതന്ത്ര റിഫൈനറികളിലേക്ക് ഇറാനിൽ നിന്ന് ഇന്ധനം എത്തിക്കുന്ന കപ്പലുകളെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. സമാനമായ രീതിയിലുള്ള സഹായമാണ് ചൈനയിൽ നിന്ന് ഇറാനിലേക്കും ഒഴുകുന്നത്. ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനു വേണ്ടി ബാലിസ്റ്റിക് മിസൈൽ പ്രൊപ്പല്ലന്റ് ഘടകങ്ങൾ സംഭരിക്കുന്നതിൽ പങ്കാളികളായ 2 ചൈനീസ് കമ്പനികൾക്ക് അമേരിക്ക നേരത്തെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കയുടെ സ്വാധീനം ദുർബലപ്പെടുത്തുക എന്ന പൊതുലക്ഷ്യം ഇറാനും ചൈനയും പോലുള്ള രാജ്യങ്ങൾക്കുണ്ടെങ്കിൽ പോലും ലക്ഷ്യം കൈവരിക്കാൻ വെല്ലുവിളികൾ ഏറെയാണ്. തൽക്കാലം സ്വയരക്ഷ തന്നെയാണ് ഒന്നാമത്.